ഓ ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ പണികളും കാര്യങ്ങളും അങ്ങനെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കനത്ത മഴ എന്ന് വെച്ചാൽ കനത്ത മഴ ഇവിടെ നമുക്ക് നിൽക്കാനും ഇരിക്കാനും കിട്ടുന്നില്ല അല്ലേ? യെസ് ഗൈസ്, അതായത് ഇന്നിവിടെ നല്ല രീതിയിലുള്ള മഴയാണ്, അതിശക്തമായ മഴ. അതായത് കമ്പനി മൊത്തം ഷീറ്റ് ഇട്ടതുകൊണ്ട് നമ്മുടെ വണ്ടി നല്ല സ്മൂത്തായിട്ട് പണിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകും. അതായത് ഉള്ളിലെ വർക്ക് ഏതാണ്ട് 40% തൊട്ട് 50% കൂടി പണികൾ തീരാറായി. ഇനി പെയിൻറ്റ്, പുട്ടി വർക്ക്, പാച്ച്, പെയിൻറ്റ്, അങ്ങനത്തെ പരിപാടി, ഉള്ളിൽ ACP ഷീറ്റ്, അങ്ങനെയുള്ള പരിപാടി, വയറിങ്, ഇത്രയും പരിപാടികളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ AC വെച്ചാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി AC വെക്കണം. അപ്പം AC നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടാണ്. പക്ഷേ അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ ഒറിജിനൽ കടയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ആ AC എടുക്കാൻ വേണ്ടി പോകണം, അത് കാണാൻ വേണ്ടി പോകണം. ഏത് AC ആണ് നമ്മുടെ വണ്ടി വെക്കുന്നത്, എത്രത്തോളം പ്രയോജനപ്പെടും, എങ്ങനെയാണ്, ഏതാണ് നമുക്ക് അറിയണം അല്ലേടാ. അതേപോലെ തന്നെ ഞങ്ങൾ ജിങ്കി AC കയറ്റാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതേ നമ്മുടെ വണ്ടിക്ക് ആവശ്യം കൂടുതൽ പൊക്കമുണ്ട്. ഇനി അത് ജിങ്കി ACയും കൂടെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര ഹൈറ്റ് ആവും. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കും ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ ചില സ്ഥലത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളില്ല, ഡിവൈഡറുകൾ, അവിടെ എത്താൻ നേരത്ത് നമ്മുടെ വണ്ടികൾ പോകാൻ ഭയങ്കരധികം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ AC കയറ്റുന്നത് അല്ലേ ഇവനെ. രണ്ട് കാര്യം കൂടെ ഉണ്ട്. വേറൊരു കാര്യം, നമ്മുടെ വണ്ടിക്ക് ജിങ്കി AC കയറ്റണമെങ്കിൽ തന്നെ 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം 2,40,000 രൂപ. ഇതാകുമ്പം 80-85 രൂപ തീരും. 70-75 പക്ഷേ ഇതിപ്പോൾ 80-85 രൂപ അടുത്ത് വരും നമ്മുടെ വണ്ടിയിൽ ഈ AC വെക്കണമെങ്കിൽ. പിന്നെ നമ്മുടെ വണ്ടി വെറും 3-4 മാസം ഓടത്തുള്ളൂ. ഈ 4 മാസം ഓടിക്കഴിഞ്ഞ് വണ്ടി വീണ്ടും റെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് പോകും. അപ്പോൾ യൂറോപ്പിലേക്ക് നമ്മൾ അടുത്ത വണ്ടി എടുത്ത് നമ്മൾ യാത്രയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ കിടന്നു പോകും. പത്രം പൈസ, അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ AC കയറ്റുന്നത്. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളൊരു 3 മാസം നമ്മുടെ ഒരു വണ്ടി എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ വെറുതെ വണ്ടി ഇട്ടാക്കുകയാണ്. അങ്ങനെ വരാൻ നേരത്ത് ഇതിനകത്ത് മഴയും വെയിലും എല്ലാം കൊണ്ട് ആ സാധനം പോകും. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകും, ബക്കമാൻ. അതായത് ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. കാരണം അവിടെ വണ്ടിയുടെ പണി നടക്കുന്നു. പിന്നെ അതുകൂടാതെ അവിടെ പല വണ്ടികളുടെ പണി നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര റഷ്നെസ് ആയിരിക്കും. നമ്മുടെ സ്ട്രോ മോട്ടർ ഇവിടെയുണ്ട്. സ്ട്രോ മോട്ടറിൽ ഇപ്പം നമ്മൾ പോകും നമ്മുടെ AC കിടക്കുന്ന സ്ഥലത്തോട്ട്. നമ്മുടെ വണ്ടി സർവീസ് ചെയ്തെല്ലാം ശരിയായി. ചെറിയൊരു വലിക്കുറവുണ്ടായിരുന്നു, വലിക്കുറവൊക്കെ റെഡിയായി. പിന്നെ നമ്മുടെ വീൽ ജോയിന്റോ എന്തൊരു സാധനം പോയില്ലായിരുന്നു. ഇത് ചേതക്ക് നമ്മുടെ ഇക്കല്ലേ. ലൈസൻസ് കിട്ടി. നിങ്ങൾ ചേതക്ക് മേടിച്ചോ? എത്ര രൂപ? ഇതിന് എത്ര രൂപ? എത്ര രൂപയ്ക്ക് മേടിച്ചാ? ഇത് കൂടെ ഞങ്ങൾക്ക് മേടിച്ചു തരും. എന്നാ വില? അത് വേണ്ട. എത്ര കൊടുത്ത കിട്ടും? എത്ര വേണം? ഇത് കൂടെ മേടിക്കണേല്? ഇനി സ്റ്റാൻഡ് ഇല്ലല്ലേ? അല്ലല്ലേ ഇതിന് എത്ര കൊടുത്ത് മേടിച്ച? സെക്യൂരിറ്റി ചേട്ടൻ വിഷയം മതിക്കോ മുങ്ങിക്കോ. ഇത് എത്രയ്ക്ക് കൊടുക്കും ഇപ്പം പറ? എല്ലാം റെഡി കാശ്. അല്ല ഇത് എത്രയാന്ന് പറ. ചേതക്ക് KL70T81. ഈ സാധനം മേടിക്കണേ ഇപ്പൊ എത്ര കൊടുക്കണം? തുണി വെക്കാതെ എടുക്കുവാണ്. ലത്തീഫക്ക കാണേണ്ട നാട്ടുകാർ കാണും. ഈ വശത്ത് ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്രണ്ട് നമ്മൾ ഇച്ചിരി ഹൈറ്റ് അങ്ങനെ അതിന് പറയാം. നമ്മൾ ഇത് നന്നായിട്ട് വണ്ടി താന്നിരുന്നതാണ്. അത് കട്ടി അടിച്ച് പൊക്കിയായിരുന്നു. അതായത് നമ്മുടെ ഈ വണ്ടി നന്നായിട്ട് താന്നിരുന്നായിരുന്നു. ഇത് നമ്മൾ വണ്ടി നമുക്ക് പല സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റാതെ നമ്മളിത് പൊക്കിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അറിയാവോ എന്താണ്? ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ നേരത്ത് ഞാനൊന്ന് ഇരിക്കാം, നീ അങ്ങോട്ട് നീങ്ങിയിരുന്നോ, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇനി ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ നേരത്ത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വെച്ചാൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നം ഇല്ലാത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക സാധനവും പിന്നെ IND സ്റ്റിക്കറും സാധനങ്ങളുള്ള ഇതേപോലത്തെ നമ്പർ പ്ലേറ്റ്, വെള്ള നമ്പർ പ്ലേറ്റ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഫൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് മാറ്റണം. ഭയങ്കര പ്രശ്നമാണ്. ഇത് അതിസുരക്ഷയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഒന്നും കൂടെ അതൊന്ന് പഠിക്കണം. കാരണം കുറേ പേര് ഇതിനു മുമ്പൊക്കെ യാത്ര, ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയൊക്കെ വന്നിട്ട് വർഷങ്ങളായി. ഞങ്ങൾ 2020 2021 പോയത് ഒന്ന്, അതിനുശേഷം 22 പോയി, പിന്നെ 23 പോയി.
പിന്നെ പോയിട്ടില്ല. വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇവരെ നേരത്തെ നമ്മളൊക്കെ സഞ്ചരിക്കാൻ നേരത്തെ വണ്ടി ഇല്ലായിരുന്നു. സത്യം ചില കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് റോട്ടിൽ വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പോലീസുകാരും അതിച്ച് കുറവായിരുന്നു. ഇപ്പം നമ്മൾ പോകാൻ നേരത്ത് നല്ല ചെക്കിങ്ങും കാര്യങ്ങളും വരും. പണ്ടത്തെ പോലെ. അപ്പൊ നമ്മൾ അതീവ സുരക്ഷ നമ്പർ പ്ലേറ്റ് വേണമെന്നാണ്. നമ്പർ പ്ലേറ്റ് എങ്ങനത്തെ നമ്മുടെ ബേക്കിലത്തെ നമ്പർ പ്ലേറ്റ് സാധാരണ നമ്പർ പ്ലേറ്റ്. ഇവിടെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മിനുസപ്പെടുത്തണം. ബേക്കിലെ നമ്പർ പ്ലേറ്റ് ഊരി എടുത്തു. ഇത് കണ്ടോ, ഇവിടെ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ലെവലായിട്ട് ഇതിനകത്ത് പെയിൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കും പണിയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഒന്നിനും ഷേപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ നല്ല തെറി പറയും. ഷേപ്പ് ഉണ്ടായിരുന്നു ചേട്ടാ. പിന്നെ നല്ല ഇതിപ്പോൾ എത്ര ദിവസമായി ചേട്ടൻ തുടങ്ങിയിട്ട്? 4 ദിവസം കേട്ടോ, 4 ദിവസം. എന്നാലും തീരുമൊന്നുമില്ല. കട്ട് ചെയ്ത് ലെവലാക്കി സെറ്റപ്പ് ആക്കി ഇത് നല്ല എന്താ പറയുക, നല്ല കുട്ടപ്പനാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതാണ് ബുദ്ധി. പിന്നെ ബാക്കി ഈ സൈഡിലേക്ക് തുടങ്ങിയിട്ട് പോലുമില്ല. ഈ സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. പെയിന്റ് പണി ഇച്ചിരി ഡിലേ ആണുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യമുണ്ട്. ഈ സൈഡ് നമ്മുടെ മറ്റേ സൈഡ് നോക്കിയേ, എന്നാ അവിടെ ഒരു കുഴിയില്ല, ഇവിടെ മൊത്തം കുഴിയാ. അത് കുട്ടിയിട്ട് ചേട്ടൻ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ചെയ്യാനില്ല. ഫ്രണ്ട് ചെയ്യാണ്ട് ഒരു സൈഡ് ചെയ്യാണ്ട് ഫ്രണ്ട് നമുക്ക് പഴയ പോലെ തന്നെ ആക്കാം ഇവനെ, അല്ലേ? ആദ്യത്തെ എങ്ങനെ ഇരുന്ന അതുപോലെ തന്നെ ആക്കി എടുക്കാം. നമ്മുടെ വണ്ടിയിലേക്ക് CCTV മേടിക്കണം. പിന്നെ 24 ടൈം റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കണം. പിന്നെ അതേപോലെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ മേടിക്കണം. ഒരു TV മേടിക്കണം. പിന്നെ അതുകൂടാതെ ഒരു മിക്സി 500 വാട്ട്സിന്റെ ഒരു മിക്സി മേടിക്കണം. 500 വാട്ട്സിന്റെ താഴെ നമ്മുടെ ജനറേറ്റർ 1 kV അല്ലേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ 500 വാട്ട്സിന്റെ താഴെ കിട്ടണം. അത് മേടിക്കണം. 500 വാട്ട്സിന്റെ താഴെയുള്ള, കാരണം പെട്ടെന്ന് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം. പിന്നെ ഇത് കൂടാതെ ഞങ്ങളുടെ വണ്ടിയിലേക്ക് നമ്മുടെ AC പോലെ തന്നെ ഒരു ഹീറ്റർ ഉണ്ട്. അതിന് 2000-3000 രൂപ ഉള്ളൂ. അതുപോലത്തെ ഒരു സാധനം മേടിക്കണം. അത് താങ്ങൂല, ഈ വണ്ടിക്ക് താങ്ങൂല. അതിന് നോക്കണം. അല്ല, വലിയ ജനറേറ്റർ ഇട്ടിട്ടാണ്. വലിയ ജനറേറ്റർ ഞെങ്ങിയത് ഓർമ്മയുണ്ടോ? അതല്ല, AC പോലെ ഇരിക്കുന്ന സാധനമുണ്ട്. ആണോ? പുതിയൊരു സാധനം. അത് നോക്കണം. എല്ലാം 500 വാട്ടിന്റെ താഴോട്ടുള്ള സാധനം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു കട്ടപ്പെട്ടി പോലത്തെ ഒരു സാധനമുണ്ട്. ഗ്യാസ് ഹീറ്റർ, LPG ഗ്യാസ് ഹീറ്റർ. അതൊരെണ്ണം മേടിക്കണം. കാരണം നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് പോകുന്ന നേരത്ത് നമ്മൾ നല്ല പാടുപെടും. കാരണം പണ്ടത്തെ ഞങ്ങളുടെ ബോഡിയുടെ കപ്പാസിറ്റി അല്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ ബോഡിയുടെ കപ്പാസിറ്റി. ഇപ്പൊ ഹെൽത്ത് കൂടി. പണ്ട് നമുക്ക് ഹെൽത്ത് സാധാരണ യാത്ര ചെയ്ത് എല്ലാവർക്കും ഉപകാരമാണ്. ഇത് ഞങ്ങൾക്കെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് കൂടുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ സ്ഥലങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടി ഞങ്ങളുടെ ശരീരം പോലും നോക്കാതെ കിടന്ന് ഓടി. കാശ് കിട്ടി ഓരോരുത്തർക്ക് ഓരോന്നായിട്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സംഭവങ്ങളും ചെയ്തിട്ടാണ്. ഇനി ഉള്ളിലേക്ക് വരാൻ നേരത്ത് ഈ ഉള്ളിൽ ഇത് കണ്ടോ, ഈ ഡോറൊക്കെ അന്ന് നമ്മുടെ ബീഗും റാംബോയും കൂടെ കടിച്ച് നശിപ്പിച്ചാണ്. അപ്പം ഇതൊക്കെ ലെവലാക്കാനുണ്ട്, ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം ലെവലാക്കി എടുക്കാനുണ്ട്. ഇതിന് ലോക്കുകൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ഒന്നിനും ലോക്കൊന്നും കറക്റ്റ് അല്ല. അപ്പം അങ്ങനെയുള്ള പരിപാടി കാര്യങ്ങൾ. സന്തോഷ വാർത്തയുണ്ടോ ഈ പാശം എന്ന് വെച്ചാൽ ബീഗും റാംബോ ഇല്ല കേട്ടോ യാത്രയിനകത്ത്. സന്തോഷ വാർത്ത. ചിലവർ പട്ടിനെ കൊണ്ടോയെന്നും പറഞ്ഞ് തെറി വിളിക്കും. ചിലവർ കൊണ്ടോയില്ലെന്നും പറഞ്ഞ് തെറി വിളിക്കും. പക്ഷെ കൊണ്ടുപോകുന്നില്ല. അവർ നമ്മൾ ബോർഡിങ്ങിലാക്കിയിട്ടാണ് പോകുന്നത്. ഒന്നാമത് മഴക്കാലമാണ്. മഴക്കാലം ആകുമ്പോൾ അവരെ പുറത്തിറക്കി കഴിഞ്ഞാൽ വണ്ടി ഉള്ളിലേക്ക് ഇറങ്ങി മൊത്തം ആലും പോകും. പിന്നെ എല്ലാ രീതിയിലും ഇതാവും. ഇപ്പം പട്ടീനെ ബോർഡിങ്ങിലാക്കിയിട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഇങ്ങനെ എവിടുന്ന് വന്ന് ഇതിൻ്റെ ഉള്ളിൽ വെട്ടം കുറവാണ്. ചേട്ടന് പണിയെടുക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാം. പാവം ചേട്ടനിപ്പം ഇരുട്ടിലാട്ടോ നിൽക്കുന്നത്. ഇത് നോക്കിയേ, ഇതിന് ഡോറ് വെച്ചു. ഡോറ് വെച്ചു. എല്ലാം സിമ്പിൾ കേട്ടോ. ഇതാ ഡോറ് വെച്ചു. ഇത് മസാലപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അടിയിൽ ലൈറ്റുകളൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഒക്കെ ഇനി നാളെ പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ലൈനുകൾ എവിടെ വരണം. അല്ല, ഒരു കാര്യം മറന്നുപോയി. അത്യാവശ്യമുള്ള സാധനം നല്ല ഓർത്തോ. ബെഡ് വാങ്ങേണ്ട 5 ഇതിന്റെ സൈസ് ആയിട്ടുള്ള. അല്ല, ഇതിന് അപ്പോൾസ് ചെയ്യുക. ഇവിടുന്ന് അപ്പോൾസ് ചെയ്യുക. ബെഡല്ല, അതാ നല്ല സീറ്റ് അപ്പോൾസ്. അതന്നെ കാര്യം. ബെഡ് മേടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. ഈ സൈസായിട്ട് കിട്ടൂല. അപ്പോൾസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾസറി ചെയ്യുവാണെങ്കിൽ നനഞ്ഞാലും എന്തെങ്കിലും വിഷയമില്ല. പിന്നെ കൊച്ചുള്ളതുകൊണ്ട് അവൻ മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും സ്നാഗി ഇടാൻ വേണ്ടി ഫാദർജി സമ്മതിക്കൂല. അപ്പോൾ അവനിപ്പോൾ എല്ലായിടത്തും കയറി മൂത്രമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പോലെ ബെഡ് എടുത്ത് പുറത്തിടാനൊന്നും പറ്റൂല. അപ്പോൾസറി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല കട്ടി ചെയ്യാൻ പറഞ്ഞാൽ മതി. യെസ്, അല്ലേ? നോർമൽ. നല്ല ഐഡിയ കേട്ടോ നീ പറഞ്ഞേ. മറ്റല്ല നമ്മൾ ബെഡിൽ തപ്പി നടക്കേണ്ടി വരും. ഇതൊരു ഇത്ര കാര്യത്തിൽ അപ്പോൾസറി ചെയ്യുവാണ്. അപ്പം ഇതൊന്ന് ഇതിനൊക്കെ ലൈൻ വലിക്കണം. കിച്ചൺ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സിങ്കും ഒരു ഗ്യാസ് സ്റ്റവും വരും. ഫ്രിഡ്ജ് സംഭവങ്ങൾ ഇവിടെ ഇന്നലെ ഞാൻ എല്ലാവരും പറഞ്ഞു തന്ന പോലെ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ അടിക്കാൻ പോവാം. അതായത് പൊക്കുവോ താത്തിയും വെക്കാൻ പറ്റും. അതായത് സ്പേസ് കളയാത്ത രീതിയിലുള്ള. ഈ കിച്ചണൊക്കെ നമ്മളല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പാത്രങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ നേരത്തെ കട്ട് ചെയ്യാം. വേറെ കാര്യമുണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കത്തില്ല. എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണവും കഴിക്കാം. മുതലാളിയൊന്നും കൂട്ടാതെ വീഡിയോ വാ കയറി വാ.
പണി നടന്നില്ലാലും ലൈറ്റപ്പ് ആയിട്ട് എന്റെ വീഡിയോ നടക്കണം. വാ. അല്ല ഇക്ക ഒരു സംഭവം മാറ്റി. അതായത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, എല്ലാം മുഴുവൻ വെട്ടി ചെയ്ത് വെക്കരുത്, എല്ലാം പൊളിക്കേണ്ടി വരും. ഇപ്പൊ എന്താ പറഞ്ഞേക്കണേ? അതൊന്നുമില്ല. അതായത് ഇവിടെ ഒരു ചെറിയ ടേബിൾ പറഞ്ഞില്ലേ, അത് വേണ്ട. അതിന് പകരം ഇവിടുന്ന് ഒരു ചെറിയ ടേബിൾ ഇങ്ങോട്ട് നീളത്തില് എന്നിട്ട് ഇങ്ങോട്ട് പൊക്കിയും വെക്കാം, വെറുതെ താഴോട്ട് വിടാം. ഇങ്ങനെ പൊക്കി വെക്കണം, താഴത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ കാര്യമുണ്ട് കളിക്കല്ലേ. ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. കാരണം എന്താ, ഈ ചെറുത് ഇവിടെ ആക്കുന്ന ഭേദം ഇവിടെ ഇതാക്കുവാണെങ്കിൽ ഇപ്പൊ പച്ചക്കറിയൊക്കെ ഇവർ അരിയുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ ടേബിൾ ഇട്ട് കഴിക്കാം, എല്ലാം എളുപ്പമായിരിക്കും. അത് മാത്രമല്ല ഇത്ര സ്ഥലത്തിന് സ്പേസ് പോവില്ല. പൊക്കി വെക്കുമ്പോ നടക്കാനും പറ്റില്ല, അരിയാനൊന്നും പറ്റൂല. ഇത്ര മതി, വരുമല്ലോ. അത്രയില്ല, ഇത്ര മതി. കട്ടിംഗ് ബോർഡ് വെച്ച് 2 അരിയലും പരിപാടി മാത്രം. നമ്മുടെ ഇഷ്ടംപോലെ ക്യാമ്പിന് ഇഷ്ടമായിട്ടല്ലോ. അതായത് ക്യാമ്പിൽ മറ്റേ സാധനങ്ങളിൽ ഇഷ്ടംപോലെ ചെയർ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഓരോ ചെയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേലേ എല്ലാവർക്കും ഇരുന്നിരുന്ന് എല്ലാവർക്കും പണിയെടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ ബെഡ് അല്ലല്ലോ, അപ്പോൾസറി അല്ലേ സീറ്റ്. കണ്ടോ ഞാൻ പറഞ്ഞില്ല, അപ്പോൾസറി. അത് നമ്മൾ പ്ലൈവുഡ് ആദ്യം കട്ട് ചെയ്തെടുക്കും. അന്നേരം അപ്പോൾസറിക്കാരനെ കൊണ്ട് 4 ഇഞ്ചിന്റെ പോകുമ്പോഴത്തേക്ക് അതിന്റെ മേലെ നേരെ വെച്ച് മതി. അതാണ് ബുദ്ധി. അത് നമ്മൾ കൊച്ചു മൂത്രം ഒഴിക്കാൻ നിർത്തുന്നത്. കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചാല് തുടച്ചളയാം. അതന്നെ കറക്റ്റ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ കാണിച്ചല്ലോ കൊച്ചുകുട്ടികൾ. ഇനി അതേപോലെ തന്നെ ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെ ഡോറും ഇതുണ്ടോ, ബാത്റൂമിന്റെ ഡോറ് എല്ലാരും പറഞ്ഞു പുറത്തോട്ട് വലിക്കുന്ന ഡോറാക്കാൻ. അപ്പൊ എന്നാ സംഭവം വെച്ചാല് നമ്മൾ ഈ വണ്ടിക്ക് പുറത്തോട്ട് വലിക്കുന്ന ഡോറായിരുന്നു. ചില സമയത്ത് വണ്ടി ധൃതി എടുത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന്, അല്ല ഇന്ന സ്ഥലത്ത് സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇത് അടയ്ക്കാൻ മറന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഈ സാധനം കിടന്ന് വീശി അടിച്ചും ഇത് അറിയൂല, ഫ്രണ്ടില് അറിയല. ഇതിന്റെ ഉള്ളിലാകുമ്പോ ഇത് അങ്ങനെയൊന്നും സംഭവിക്കൂല. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇതാക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലെ നടക്കുന്നു. പിന്നെ അല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ണനെ കാണിച്ചാലല്ല, കണ്ണൻ ഒന്നാമത് പറയുന്ന പോലെ ആൾക്കാര് നോട്ടുവിട്ടേക്കുന്നുണ്ട്. ആര് തട്ടിക്കൊണ്ടോന്ന് പറയാൻ പറ്റൂല. പക്ഷെ വേറെ കാര്യമുണ്ട്, കണ്ണൻ ഈ കര വിട്ട് പോയത് നിങ്ങളുടെ മറ്റു സ്ഥലത്ത് ഞാൻ ചിപ്പ് വെക്കും. വേറെ കാര്യമുണ്ട്, സൈന്യൂസിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം വേറെ എവിടെ ചെന്നാലും കിട്ടൂല. അത് വേറെ കാര്യം. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് ലൈറ്റ് എവിടെ വെക്കണ്ടേ, എവിടെ വെക്കട്ടെ, എവിടെ വെക്കാം? സിമ്പിള് സാധനം. വേണ്ട പൂട്ട് വേണ്ട ചേട്ടാ, മറ്റേത് ലോക്ക്. അത് ഞങ്ങൾ അതിനും വെക്കാൻ വേണ്ടി കടയുടെ അങ്ങോട്ട് പറഞ്ഞു വൃത്തി വേണം. നമ്മളത് ഇത്ര നല്ല ഭംഗിയായിട്ട് ചെയ്യുമ്പോ കുട്ടിയോട് ഓടാൻ പറ്റുന്ന വെക്കാൻ പറ്റൂല. അത് വേണ്ട, അതിന് പറ്റിയത് എന്തെങ്കിലും വെച്ചേരാ. സൈനൂസിന്റെ വില നീ കളയരുത്. അത് വേറെ എന്തെങ്കിലും ഇങ്ങനെ വെച്ചേരട്ടെ, വെച്ചേരാ ചേട്ടാ. മാഗ്നറ്റ് വെച്ചാലോ ചേട്ടാ? ഞാനല്ലേ നേരത്തെ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പണി. ഞാനേ പുറത്തോട്ട് ഇറങ്ങാം, കണ്ണൻചാട്ടൻ പണി നടക്കൂല. കണ്ണൻചാട്ടൻ ഞങ്ങൾ ഇറങ്ങുവാണ്. അല്ലെ പാവം കണ്ണൻചാട്ടൻ അത്ര നേരമേ പണിയും കാര്യങ്ങളും നടക്കില്ല. അല്ലെ കണ്ണൻചാട്ടൻ അവിടെ വെറുതെ നിൽക്കേണ്ടി വരും. ഞങ്ങൾ നേരെ ജോർജയുടെ അടുത്ത് പോവുക. AC കാര്യങ്ങളും എങ്ങനെ കണ്ടെന്ന് നോക്കിയിട്ട് പോയിട്ട് അഡ്വാൻസ് ചെയ്യാൻ 60,000 കൊടുത്തായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് AC കാര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുക. ഞാൻ നേരത്തെ പോകുന്നത്. അപ്പൊ ജോജോനോട് പറയേണ്ട കാര്യം, നാളെ രാവിലെ തന്നെ വന്ന് പറയണം. ബ്രാക്കറ്റ് സാധനമൊക്കെ അടിച്ചെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ബ്രാക്കറ്റ് എല്ലാം വെച്ചിട്ട് നമുക്കൊന്നും അകത്തേക്ക് കയറാൻ പറ്റുമോ? ഇത് സംഭവം അറിയോ? അവന്റെ ഏസിയുടെ പൈപ്പുകൾ ഇങ്ങനെ വരും. ഏസിയുടെ പൈപ്പുകൾ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പോകണം. അത് പോയി കഴിയുമ്പോൾ കണ്ണിനൊരു ബോക്സ് അടിക്കണം, പറിച്ചു പോയി. അതിലാണ് മറച്ച് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പണി ഇനിയുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ACP ഇപ്പൊ വരും, ACP പൊട്ടിക്കാൻ പറ്റൂല. നമ്മുടെ വണ്ടിയിൽ അടിക്കുന്ന ACP വരും. അതും കൂടെ കണ്ടിട്ട് പോവാ. 4:15 ഇപ്പൊ എത്തുമായിരിക്കും. അതും കൂടെ കണ്ടിട്ട് പോവാട്ടോ. ഇനി വേറെ കേസുണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ ജോജച്ചാട്ട് വീട്ടിൽ പോയി. ഇന്നലെ നമ്മൾ ജോജച്ചാട്ടിന്റെ കടയിൽ പോയി പിടിച്ചോണ്ട് വന്നു. നാളെ നമുക്ക് രാവിലെ തന്നെ വീട്ടിൽ പോയിട്ട് കാവ് നിൽക്കാം. ഒരു വണ്ടി പണിയെന്ന് ഇതല്ലേ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കാര്യങ്ങൾ ഓരോന്നായിട്ട് നടക്കട്ടെ. ഉള്ളിലെ പരിപാടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. സാർ എന്തോ നോക്കുന്നുണ്ടല്ലോ അവിടെ വധിക്കുക. എന്നാ
കുടുംബചിത്രമുള്ള ഗ്രൂപ്പുകളിൽ കയറ്റാനാണോ? പിള്ളേരുടെ ഫോണ് പരിശോധിക്കുമായിരുന്നു, ചെറിയ കുട്ടികളല്ലേ, ഫോണിലെ കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. എന്നിട്ടോ മലയാള ചിത്രങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ലടാ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നീ ദീപു ചേട്ടനെ തന്നെ സമീപിക്കണം. ഗൈസ് ആർക്കും സമീപിക്കാം കേട്ടോ. ഇന്ന് ദീപു ചേട്ടൻ മുണ്ട്, അതേ സമയത്ത് സെബി മുണ്ട്. സെബി മുണ്ടെടുത്ത് കഴിഞ്ഞപ്പം ദീപു ചേട്ടന് മുണ്ട് കൊടുക്കണം. ഇപ്പം വീഡിയോ നല്ല 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 അഭിപ്രായം പറയുന്നില്ല. അതെ, നമ്മുടെ ക്യാമറമാൻ ഇപ്പൊ ആരാ? ദീപു മണിക്കടവ്, ഡിഫൻഡർ ട്രാവലേഴ്സ്. ഗൈസ് പുള്ളി സംസാരിച്ച് തുടങ്ങുന്നുള്ളൂ കേട്ടോ. സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. ഗൈസ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ACP വരും. ആ ACP വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അത് വെയിറ്റ് ചെയ്ത് ആളുടെ ഒരു ഫോൺ കാണിച്ചേ. ആ ചെലന്തി വല പോലെ ആയിപ്പോയി. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടാണ് ഈ കാണുന്നത്. ഗൈസ് ഉള്ളിലെ പരിപാടികൾ ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കമ്പി കട്ട് ചെയ്ത് ഓരോ സാധനങ്ങൾ ലെവലാക്കി അവിടുത്തെ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കണ്ണഞ്ചാനുള്ള പരിപാടികളാണ് കൂടുതലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പുള്ളി അത് ഓരോന്നായിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും ചെയ്യട്ടെ കേട്ടോ. നമ്മൾ ഓവർ അതിൻ്റെ ഉള്ളിൽ കയറി പരിപാടി ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് പണിയെടുക്കാൻ കഴിയില്ല. അപ്പൊ അത് ബുദ്ധിമുട്ടായി മാറും. ചേതക്കാൻ കച്ചവടമാക്കിയിട്ടുണ്ട്. എത്രയാ? എന്തെങ്കിലും കൊടുത്താൽ എത്ര ചോദിക്കട്ടെ, മേടിക്കാൻ പറ്റുന്ന ചേതൊക്കെ മേടിച്ചോണ്ട് പോയേക്കാം. എന്തിയെ ചേട്ടാ ഇക്കൊന്ന് മധ്യസ്ഥിക്കോ ചേതൊക്കെ മേടിക്കാൻ വേണ്ടി പറ. ഇക്ക ഒന്ന് ചോദിക്കാം. ലത്തീഫിക്കാണ് എടുത്തോണ്ട് വന്നേ. 32. ലത്തീഫിക്ക ആ ചേതൊക്കെ എന്നാ വിലക്ക് വരും? 35,000 രൂപയോ? 32 ഒരു ചേതക്കിനോ? ഓട്ടോ ഇക്കാന്റെ താടി മാത്രമേ വളരുന്നുള്ളൂ, ഞങ്ങൾ വളരുന്നില്ല ഇപ്പൊ. എന്തെങ്കിലും തന്നെ എടുത്തിട്ട് മതി ആദ്യം പറഞ്ഞേ. ചേതക്കിന് 5,000-6,000 രൂപയല്ലേ ഉള്ളൂ. ഭയങ്കര വിലയാ. അതിനൊരു ഇതല്ലേ മോഹവിലല്ലേ, അല്ലാതെ ചേതക്കിനൊക്കെ ഇവിടെ പാർക്കിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. ഇത്രയും വലിയ വില പറഞ്ഞോണ്ട്. മണിക്കൂറിന് 100 രൂപ. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് കാണണ്ട. അവിടെ അതിനേക്കാ സാധനം അവിടെ ഡിസ്പ്ലേ അവന്റെ ഫ്രണ്ട് നോക്കിയാ എന്ത് ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ വണ്ടിക്ക് നോക്കാം. അതിനേക്കാ ലത്തീഫ്ക്ക വെറും റിവേഴ്സ് ക്യാമറ മാത്രമാണോ? വെച്ചാ ആ പോട്ടെ നിങ്ങൾ അമിത വില പറഞ്ഞു. പോട്ടെ ഇപ്പൊ അത്ര വില ഉണ്ടാക്കാം ഒരു ഇതിന്, ഒരു ചേതക്കിന്. അതേപോലെ തന്നെ വേറെ സാധനം സീറ്റ് കണ്ടോ? എന്താ മറ്റേ ബൈക്കിന് സീറ്റ് കണ്ടിട്ട് അത് ഒരടിക്ക് എന്നോ വിലയാന്ന് പറയും. ഇപ്പൊ പലരും ഫോൺ മേടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫോണും കൊടുക്കുക. അപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇവന്റെ ഗുണ്ടായി ഓരോ പിള്ളേർ ഇവന്റെ ഫോണിൽ കാണിച്ചേ. വാട്സപ്പ് പറഞ്ഞേ, ടെലിഗ്രാം പറഞ്ഞേ. അതിന് നിനക്ക് കണ്ണോ കേട്ടോ കാണാൻ വേണ്ടിട്ട് വാട്സപ്പ്. എന്തായാലും അപ്പോൾ വരുമെന്നാണോ നജീബിക്ക് എന്ത് ചോദിച്ചത്? 10-15 വരുന്നതാണോ? വണ്ടി ഇങ്ങനെ കിടക്കോട്ടെ. ഇപ്പൊ ഈ വർക്ക്ഷോപ്പ് ഇങ്ങനെ ഈ ഷീറ്റും സാധനമൊക്കെ അടിച്ചോണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള തലവേദനയില്ല. നല്ല രസത്തിൽ നമ്മുടെ വണ്ടി പണിതുകൊണ്ട് നമുക്ക് പ്രത്യേക ലുക്കാട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ വണ്ടി നോക്കാം. ഞങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആട്ടോ. പേരെന്നാടാ? കാർത്തികിന്റെ വീട് എവിടെയാ? കാർത്തികിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കാർത്തിക് ഇവിടെ കയറിയത്. ഇപ്പൊ നല്ല നിലയിലെത്തുവാണ്. 2ാം നില കയറണം പറഞ്ഞാൽ 2ാം നില കയറാം, 1ാം നില കയറണം വെച്ചാൽ 1ാം നില കയറാം അല്ലേ. ഞങ്ങളുടെ വീഡിയോ കണ്ട എങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടെന്ന് അറിയത്തില്ലേ? അതെ. ACP ഷീറ്റ് വരുന്നത് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചാണ്. നാളെ നോക്കാം. നമുക്ക് ജോജോ ചേട്ടൻ ഇന്ന് തന്നെ പോയി പിടിക്കണം. ഇന്ന് 29-ാം തീയതിയായി. ഇതാ 29 ഡേറ്റ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കണം. അടുത്ത മാസം നമുക്ക് കൂടുതലും പോകില്ല. അപ്പൊ സെബിൻ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. നമുക്ക് നേരെ ഇനി പോകേണ്ടത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിന്റെ അവിടെയാണ് കടയും കാര്യങ്ങളും. നല്ല മഴയാണെങ്കിലും വെള്ളപ്പൊക്കട്ടുണ്ടാകാൻ സാധ്യത. പോവാ നമുക്ക് പോയേക്കാം. സെബിൻ വണ്ടി എടുത്തോട്ടോ. പോയിട്ട് വരാട്ടോ. നാളെ കാണാം. പോവാൻ ചോട്ടാ. വാ ഗൈസ് നോക്കും. ഫൈനലി ഞങ്ങൾ അങ്ങനെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അതായത് ഇവിടുന്ന് നേരെ ഇത് മാളിയമ്പടിയാണ്. മാളിയമ്പടിയെന്ന് ഇനി നേരെ പിന്നെ പറൂർക്കവല,
പറവൂർക്കവലിൽ നിന്ന് എയർപോർട്ടിന്റെ അവിടെയാണ് ഇനിയുള്ള നമ്മുടെ സർക്കസും പരിപാടി. സെബിനെ പയ്യെ പോണം കേട്ടോ, റോഡ് മൊത്തം വെള്ളം കേട്ടോ സ്പീഡിൽ ഒന്നും പോകണ്ട കേട്ടോ. എന്തൊരു മഴയല്ലേ, ഒരു രക്ഷയില്ലാത്ത മഴയായിപ്പോ. ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ടോ മഴ പെയ്തിട്ട് റോഡിൽ ഇങ്ങനെ റോഡിന്റെ അകത്ത് വെള്ളക്കെട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് പേടിച്ചു പോയി. കാരണം വണ്ടി വെള്ളക്കെട്ട്, നിങ്ങൾ മഴയത്ത് വണ്ടി ഓടിക്കുന്നവരാണ് വളരെ ശ്രദ്ധിച്ചോണം. വെള്ളക്കെട്ടിൽ കയറ്റി വെള്ളം തെറിപ്പിക്കാന്ന് വിചാരിച്ചാക്കരുത്. ഞാൻ പണ്ട് അങ്ങനെ ഒന്ന് വിചാരിച്ചാണ്, പിന്നെ ഞാൻ തലകുത്തി മറിഞ്ഞ് എണീറ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഗൈസ് നോക്കൂ, അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ കാണിക്കരുത്. കാരണം വെള്ളക്കെട്ടിന്റെ അത്ര സ്പീഡിൽ കൂടെ വണ്ടി ഓടിക്കരുത്, നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതേപോലെ ഇപ്പൊ ഫസ്റ്റ് മഴയല്ലേ ഇവനെ, ഈ പ്രാവശ്യം മഴ നേരത്തെ ആട്ടോ, നേരത്തെ. അത് കാരണം ഗ്രീസും എല്ലാ സാധനം ഈ റോട്ടിൽ നിന്ന് വരാൻ നേരത്തെ വണ്ടി കയ്യിൽ നിന്ന് നിൽക്കില്ല, ചവിട്ടി ഇതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളക്കെട്ടാ, നോക്കി ഫുള്ള് വെള്ളക്കെട്ടാട്ടോ. എന്തിലാട്ടെ ഗൈസ്, അപ്പം നമ്മൾ നേരെ പോവാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാനുണ്ട്. നാളെ തന്നെ ജോജനം കൊണ്ട് പിടിപ്പിക്കണം, നാളെ പണി തീർക്കണം, എങ്കിലേ ബാക്കി പരിപാടി വണ്ടിയുടെ ലിബിനെ ആ AC ഇട്ടിട്ട് നോക്കണം കേട്ടോ, എത്ര നേരം കിട്ടുമെന്ന്. ആ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ഓണാക്കി AC നിർത്തി കഴിഞ്ഞാൽ അത് നിൽക്കുമല്ലോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ ഇട്ടിട്ട് കണ്ട് അവിടെ കത്തിപ്പോയി ഉമ്പിയില്ലേ, അപ്പൊ 2 ദിവസം AC തന്നെ കണ്ടിന്യൂസ്. നമ്മൾ കപ്പ വറുത്ത മേടിച്ചില്ലല്ലോ, തിരിച്ചു പോയി കപ്പ വറുത്ത മേടിച്ചിട്ട് പോയല്ലോ. ഇല്ല, തിരികെ കപ്പ വറുത്ത നമുക്ക് മേടിക്കാടാ. കപ്പ മേടിക്കാൻ വന്നത് നല്ല കപ്പ വറുത്തത് കിട്ടും ഇവിടെ, സ്ഥിരമായിട്ട് ഞങ്ങൾ മേടിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കപ്പ വറുത്ത, ഒരു തമിഴ്നാട്ടുകാരൻ വറക്കുന്ന കപ്പ വറുത്ത, ഇതിപ്പം ഇത്ര നാളില്ലാത്ത ഒരു ബ്ലോക്കാണ് ഇവിടെ. ചെയ്താണല്ലോ നമ്മള് പെട്ടല്ലോ, ഒന്നുമില്ലാത്ത അവസ്ഥയില്ലേ. നല്ല സൂപ്പർ കപ്പ വറുത്തത് ചേട്ടാ, ചൂടുള്ളത് ഒരു 150 രൂപ, 200 രൂപയ്ക്ക് അന്നേരം. ആദ്യം ഒരെണ്ണം കാണിച്ചേ, നിർത്ത. നന്നായിട്ട് മസാല ഇടണേ. ഇത് ചൂടൊന്നും ഇല്ലല്ലോ, ചൂടില്ലല്ലോ. ഒരു 200 രൂപയ്ക്കാ. നല്ല കിടിലും കപ്പവറുത്ത കേട്ടോ, അത് കഴിക്കാം. നല്ല തണുപ്പത്ത് ഈ കാണുന്ന കപ്പ വറുത്തത് കലക്കും. കയ്പൊന്നും ഇല്ലാത്ത കേട്ടോ, നല്ല മുളകില രുചി. നന്നായിട്ട് മുളകിടണേ. അടുത്ത ആള് ഗൈസ്, ആ സാധനം മേടിച്ചോണ്ട് നമുക്ക് വിടാം കേട്ടോ. നല്ല ഒന്നാന്തരം കപ്പ വറുത്ത് നോക്കി, നല്ല മുളകിട്ട ക്രിസ്മസ് നോക്കടാ. ഒരിക്കലും കപ്പ വറുത്ത് തിന്നുന്നവര് ഏച്ചിയുടെ വിൻഡോ കൊണ്ട് വെച്ചാക്കരുത്. ഇന്നലെ കണ്ണി പോയി മൂക്കി പോയി തുമ്മി പോയാ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അപ്പഴേ പറഞ്ഞില്ലേ എന്റെ കണ്ണിപ്പോ തിരിച്ചു വന്ന കേട്ടോ. എന്നാ മാറിയിരിക്കുക. ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ കഥ കഴിഞ്ഞു കേട്ടോ. എവിടം വരെയാ ബ്ലോക്ക് എന്നങ്ങ് നോക്കിയോ. എനിക്ക് തോന്നുന്നു അന്നത്തെ മരം വീണോ അവനെ, മരം വീണോ? നീങ്ങുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട, നീങ്ങുന്നുണ്ട്. എവിടം വരെയാ ബ്ലോക്ക് കർത്താവേ, ഇത് ബ്ലോക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എയർപോർട്ടിലൊക്കെ പോകുന്നവര് നേരത്തെ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ എത്താം. സത്യം, ആ കറക്റ്റ് മുഹൂർത്തത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പെടും കേട്ടോ. ഇതെന്നാണ് ഇത്ര ബ്ലോക്ക്? നമുക്ക് അത്താണി വരെ എത്ര നല്ല സമയം എടുക്കും കേട്ടോ. ഈ ബ്ലോക്ക് അത്താണി വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇന്നത്തെ കാര്യം എല്ലാം കലങ്ങും ഗൈസ്. കാരണം ആ AC കണ്ടിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടി. വീണു മരം വീണു കേട്ടോ. ഫയർഫോഴ്സ് എത്തി കേട്ടാ, ഫയർഫോഴ്സ് എത്തി മുറിക്കുക അല്ലേ. മരമാണോ അവിടെ? വണ്ടിയുടെ മേലേക്കാ ഗൈസ്, നോക്കൂ. ബസ് ജസ്റ്റ് രക്ഷപ്പെട്ടാ മോനെ, ഇതേ വീണു. ദൈവാനുഗ്രഹം. ബ്ലോക്കാ ബസ് ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടാ. ചേട്ടാ, അത്ര നേരം വരെ ഇവിടെ ബ്ലോക്കാട്ടോ. എന്ത് ബ്ലോക്കായിരിക്കും അങ്ങോട്ട്. എൻ്റെ അമ്മേ, ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ ഇപ്പം ഫ്രീ ആയിട്ട് കേട്ടോ. ബാക്കി എല്ലാ ഭാഗവും, ഈ ഭാഗം മൊത്തം ഇനി അങ്ങോട്ട് പോകാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇന്നത്തെ ദിവസം, കഴിഞ്ഞ ദിവസം വീണില്ലേ അങ്കമാലിക്ക് വന്നു വഴിക്കില്ല. ഇവനെ അങ്കമാലിക്ക് വന്നിടത്തും കഴിഞ്ഞ ദിവസം നല്ലൊരു മരം വീണു. ഇപ്പുറത്തെ സ്ഥലത്താണ് കാറുകാരെല്ലാം റോഡിന്റെ നടുക്ക് കൊണ്ട് വണ്ടിയും വെച്ചു, ഫുള്ള് ബ്ലോക്ക്. അതിനാ ശരിയാണല്ലോ, പണിയായല്ലോടാ. ഫൈനലി നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. നമ്മുടെ സാധനങ്ങൾ ഇതാ ആ കാണുന്ന ഓട്ടോയിലുണ്ട്. അതിനെ ഇറക്കണം കേട്ടോ. അത് ഇറക്കാൻ വേണ്ടി നല്ല മഴ. ഇത്രയും സാധനമുണ്ട്. അത്രയും സാധനങ്ങളാണ് നമുക്ക്. എറണാകുളത്തല്ലേ കേട്ടോ വന്നേ അല്ലേ? ചേട്ടന് ഇവിടെ ഇറങ്ങാൻ അല്ലേ, എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഞങ്ങളുടെ പുതിയ AC വർക്ക്ഷോപ്പ് അല്ലേ, ജോജോ പൂട്ടി. ഇനി ഇവിടെ ആക്കാൻ സ്ഥിരം താമസം. ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. പറഞ്ഞില്ലാന്നില്ല, ജോജോ കാണിച്ചു തന്ന വഴിയാ. ഗൈസ് നോക്കൂ, അപ്പൊ ആ സാധനം ഇറങ്ങട്ടെ കേട്ടോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അത് മഴ കഴിയാതെ ഇറക്കാൻ പറ്റുമെന്നുള്ള. നനഞ്ഞാൽ കുഴപ്പമുണ്ടോ? എടുക്കാനാ? ഇവിടെ കൊണ്ടുവരാനോ? ആണോ? എല്ലാം ഇറക്കണ്ടേ ഇപ്പം?
ഗൈസ്, അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. സാധനങ്ങൾ ഇറക്കട്ടെ. വരട്ടെ നിയന്ത്രണങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തോട്ടെ. വർക്ക്ഷോപ്പിന്റെ ഇത്ര നേരം വരെ ഇങ്ങനെ അല്ലായിരുന്നു, വളരെ ശാന്തമായി കിടന്ന വർക്ക്ഷോപ്പ് ഞങ്ങൾ അങ്ങനെ അശാന്തിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ക്ലാമ്പ് കാണിച്ചത്. ഇതാണ് നമ്മുടെ വണ്ടി വെക്കുന്ന ക്ലാമ്പ്, AC യുടെ ക്ലാമ്പാണ്. 2 AC യുടെ കംപ്രസർ എന്നെ വെക്കുന്നത് കൂളിംഗ് ഓയിൽ വെക്കാനുള്ള സംവിധാനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഇവർ ഉണ്ടാക്കിയെടുത്താണ്. നാളെ ഇത് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യും. ഇതാണ് ജോജോ പറഞ്ഞ പമ്പം ക്ലാമ്പ്. പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു രാവിലെ പോലെ. ഇത് സെറ്റപ്പ് ചെയ്ത് ഇതാണ് നമുക്ക് വെക്കാനുള്ള സാധനം. എന്നാ ഈ സാധനം വെച്ചോ, ഇങ്ങോട്ടല്ലേ എടുക്കുന്നത്? നമുക്ക് നല്ല പൊളിച്ച് കാണിച്ചു കൊടുക്കാം. അൺബോക്സിംഗ് മൈക്രോപ്രസ് AC ഓൾഡ് ജനറേഷൻ. നിങ്ങളുണ്ടല്ലോ ഈ ജിങ്കിയും കിങ്കിയും ഒക്കെ വെക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറെ പേര് പറയുന്നത് നല്ലതാന്ന് പറയുന്നു, കുറെ പേര് പറയുന്നു ഇതാന്നൊക്കെ പറയും. ദൈവത്തിന് അറിയാൻ വെച്ച് പിടിപ്പിക്കുന്നവരെ കഴിവ് പോലെ ഇരിക്കും. പിടിപ്പിക്കാൻ അറിയാതെ ഒന്ന് ഇടുമ്പോഴത്തേനും കത്തിപ്പോവും. ചേട്ടൻ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് വെച്ചാ, മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്ന് വെച്ചാ? എന്നിട്ടോ ജോജോ ചേട്ടാ നിങ്ങൾ എവിടെയാ? ഞാനിവിടെ വർക്ക്ഷോപ്പിലുണ്ട്. ഞാനുള്ള ഇപ്പോഴാ സാധനം വന്ന് ഇതാ സാധനം എടുക്കുക. പെട്ടെന്ന് വാ ഗൈസ്. ഈ കാണുന്നതേ നമ്മുടെ കണ്ടൻസർ ഫാൻ വേണ്ടിയുള്ള ഫാൻ കണ്ടിട്ടില്ല നമ്മുടെ വണ്ടിയില്. അതേപോലെ അല്ല, കണ്ടൻസർ ഇത് വെക്കും. കണ്ടൻസർ ഇതിൽ വെക്കും. ഫാൻ ഇവിടെ 2 ഫാൻ വെക്കാനായിട്ട് ഇവിടെ മോൾട്ട് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 സാധനം നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് നമ്മുടെ വണ്ടി കയറ്റണം. അല്ലേ രാവിലെ ഉണ്ടാക്കിയ നിങ്ങള് ഗൈസ്, നമ്മുടെ മാത്രം എടുത്താൽ പോരല്ലോ. എന്തായാലും സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കട്ടെ. നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. നമ്മുടെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് കംപ്രസർ ഉണ്ടാവും, കണ്ടൻസർ ഉണ്ടാവും. ഈ കമ്പനിയുടെ ആണോ? ഇത് കുഴപ്പമില്ലാത്ത കമ്പനി കേട്ടോ. അതെ, കണ്ടൻസർ നമുക്കെല്ലാം അൺബോക്സ് ചെയ്യാം കേട്ടോ. ഈ കമ്പനി അറിയാമല്ലോ. ഇത് നമ്മുടെ പൈപ്പ്, ഇത്രയും പൈപ്പ് വേണം നമ്മുടെ വണ്ടിക്ക് കേട്ടോ. നോക്കിക്കോ, ഇത്രയും പൈപ്പ്. നമ്മൾ റബ്ബർ പൈപ്പ് ഇടുന്നത്, കോപ്പർ അല്ല. കോപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരഞ്ഞൊരഞ്ഞ് പൊട്ടും. അതുകൊണ്ട് ഇത്രയും പൈപ്പ് വേണം. അപ്പോൾ ആ പൈപ്പിന് വേണ്ടിയാണ് ഈ സാധനങ്ങൾ എടുത്താക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കവറിംഗ് ഉണ്ടോ? അവിടെ കവറിംഗ് ഉണ്ടല്ലേ? എന്തിയേ ഇത് നമുക്കൊരു മറ്റേ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് ഇതുണ്ടോ? ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അത്യാവശ്യം കവറിങ് സാധനമൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ അലുമിനിയം പൈപ്പ് ഉണ്ട്. അതന്നെ ഏട്ടാ? ഇതാ കംപ്രസർ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് തുറന്ന് കാണിച്ചു കേട്ടോ എല്ലാം. ഇതെന്നാ? ഫാന്. ഇതാണ് 2 ഫാന്. 2 ഫാനായി കൈസ്. 2 ഫാൻ കിട്ടി. ഈ കണ്ടൻസർ മാത്രം ചളങ്ങില്ല കേട്ടോ. ചളങ്ങി കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ആയില്ല. വരട്ടെ. ഇതാ ഒരു ബ്ലോക്ക് വരുന്നു. ഇതാണ് ഒരു ബ്ലോക്ക്. ഇതൊന്നല്ലേ ഫാനാ? ഇതാ ബ്ലോവർ. ഇതും ബ്ലോവറാ, മൈക്രോപ്രസിന്റെ. പൊട്ടിക്കാം. ഇത്ര സാധനമല്ലേ ഉള്ളൂ. പൊട്ടിക്കാൻ സാധനം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, എല്ലാം പൊട്ടിച്ച് കാണിച്ചിട്ടോ നിങ്ങളെ. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നത്. ഗൈസ്, ഇതിന് സത്യം പറഞ്ഞാൽ ഈ യൂണിറ്റിനൊന്നും ഈ പറഞ്ഞ വലിയ പൈസയില്ല. പക്ഷേ ഇതിൻ്റെ കണ്ടൻസറും കംപ്രസറും നല്ല പൈസ ഉണ്ടല്ലോ ഏട്ടാ. നമ്മൾ എത്രയുടെ കംപ്രസറാണ് വെക്കുന്നത്? 14 കംപ്രസറാണ് വെക്കുന്നത്. ഇത് കണ്ടോ, ഈ സാധനം ഇപ്പോൾ ഊരി എടുക്കും. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം 12 വാൾട്ടിൻ്റെ ബ്ലോവർ ആട്ടോ. 12 വാൾട്ട്. 12ൻ്റെ കിട്ടും. 24 ഉണ്ടോ? 24 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ ഇത് 2 ഏത് ടൈപ്പ് വേണോ അതിൻ്റെ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതന്നെ AC എന്ന് വെച്ചാൽ തണുക്കും. അതുതന്നെയാണ് അതിൻ്റെ സംഭവം. പിന്നെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. അതെ, അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ അതാണ് തുറക്കാൻ പോകട്ടോ. ആകാംക്ഷഭരിതരായിട്ട് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഇതേ തുറന്നു. ഇതാണ് സാധനം അല്ലേ? ഓഹോ, ഇതാണ് യൂണിറ്റ്. ഇതാണ് മൈക്രോപ്രസിന്റെ യൂണിറ്റ് കേട്ടാ. ഇങ്ങനെ വരും. പണ്ട് കെട്ടിക്കൊണ്ട് ജിങ്കി വരുന്നതിന് മുന്നേ ഇതന്നെ ഏട്ടാ വയറിങ് വന്ന പൈപ്പാ. ഔട്ട് വെള്ളം പോകുന്നതിന്റെ. ഇതിപ്പോ തുറന്ന് കാണിച്ചു കേട്ടോ നിങ്ങളെ. പിന്നെ ഇങ്ങനത്തെ സെയിം സാധനം തന്നെ കമ്പനി അല്ലാത്തതുണ്ട്. ഇതിന് വാറണ്ടി ഉണ്ടോ കേട്ടോ? വല്ല അറിയാവോ? ഇല്ല, വാറണ്ടി ഉണ്ടോ? ഇതാണ് സാധനം ചേട്ടാ. അതിന്റെ ഒരു സാധനം ഇല്ല ചേട്ടാ അതിൻ്റെ ആണോ? ഇതോ ആണോ? ഇതാണ് സാധനം. ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം.
പിടിച്ചേട്ടെ, താങ്ങുന്നില്ല. എൻ്റെ അമ്മോ, ഭയങ്കര വെയിറ്റ് ആട്ടോ. 1 2 3 4 5 6 ഉണ്ട്, മതി. ഇതാണ് അതിൻ്റെ കണക്ഷനുകളും സംഭവങ്ങളൊക്കെ കേട്ടോ. ഇതാണ് ബ്ലോവർ അല്ലേ? 2 ബ്ലോവറോ 4 ബ്ലോവറോ? 2 ബ്ലോവർ. ആ, ഇതാണ് അതിൻ്റെ കൺട്രോൾ. ഇതെടുക്കാൻ പറ്റുമോ? നോക്കണം, എടുത്തു. ഇതേ, അതായത് ഇത് നോക്കിയോട്ടോ, ഇത് അല്ലല്ലോ, ഇത് ഓണ്. അങ്ങനെ അല്ലല്ലോ, കൂളിങ്ങിൻ്റെ. ഇത് കൂളിങ്ങിൻ്റെ. ഇതാണ് ഓണോ ഫാനിൻ്റെ. ഇതിൻ്റെ അത് ലൈറ്റ് വെത്തും അല്ലേ? ഇത് സിറ്റി എന്ന് വെച്ചാൽ അതൊരു മീഡിയത്തിലിട്ട് നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ വയസ്സ് അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത കണ്ടൻസർ കേട്ടോ. ഇതാണ് സാധനം, മൈക്രോപ്രസ്. അതങ്ങനെ ഉണ്ടാവുമോ? സെയിം സാധനം തന്നെയാണോ? സെയിം തന്നെയാണോ അത്? പക്ഷെ പെട്ടി വ്യത്യാസം ആണോ? ഇനി കണ്ടൻസറും ഫാനും കൂടെ നോക്കിയാൽ ഇത് കണ്ടോ. ഫാൻ ഒരെണ്ണം എടുക്കാം കേട്ടോ, അത് മഴ നനഞ്ഞു പോയി. ഇതാ ഇതൊക്കെ ഇങ്ങനെ വെറുതെ എടുത്താൽ മതി കേട്ടോ. അതാണ് സുഖമായുള്ള അൺബോക്സിങ്. ഇതാണ് ഫാൻ, ഒരു ഫാന്. ഇനി കണ്ടൻസറും കംപ്രസറും കൂടെ നോക്കിയാൽ മതി കേട്ടോ. അതിനകത്തൊരു ബോൾട്ട് പോയിട്ടുണ്ടേ, പൊട്ടിച്ചാലോ ഗൈസ്? എല്ലാത്തിനും ഞങ്ങൾ ഇതാ അങ്ങനെ കയറില്ല ഇവനെ, ഇവൻ കണ്ടാൽ മതി. ഇതേ, ഇതാണ് സാധനം കേട്ടോ. ഓ, ഇത്രയും വലിയ കണ്ടൻസറാണോ? കണ്ടൻസർ 2 ഉണ്ടോ ചേട്ടാ? ഒരെണ്ണോ? അല്ല, കണ്ടൻസർ ഇത് മതി, ആവശ്യമുള്ളൂ. ആ കംപ്രസറും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലല്ലേ ഫാൻ വരിക അല്ലേ? ഇതിൻ്റെ മേലെ ഫാൻ വരും കേട്ടോ. നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്താൽ മതി. ഇങ്ങനെ വരും. ഓ, ഇത് ചേട്ടൻ പറഞ്ഞാൽ വലിപ്പമുണ്ടല്ലേ? ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി പോണോ വെള്ളം? ഇതിൻ്റെ അകത്തൂടെയാണ് ഗ്യാസ് കയറി ഇറങ്ങി പോകുന്നത്. സോറി, ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇത് റേഡിയേറ്റർ ആണോന്ന് വിചാരിച്ചു. അല്ല കേട്ടോ, ഇതാണ് സാധനം കേട്ടോ. ഇത് ജെർക്കിങ് ആയിരിക്കാനുള്ള ഇത്രയും വലിയ കണ്ടൻസറും. ആ കംപ്രസർ കാണിച്ച്. ഓ, ഇത് വലിയ കണ്ടൻസറാണ് അല്ലേ? ഇതിൽ 2 ലോഡ് ചെയ്യും. അതിനാണ് ഈ 2 വിടവ് കാണുന്നത് ഈ പുള്ളിക്കകത്ത്. എൻ്റെ അമ്മേ, ഓ ഇത് കൊള്ളാമല്ലോ. മേഡിന് എവിടെയാണെന്നുള്ള കാണുന്നില്ല കേട്ടോ. മേഡ് ഇൻ ഇന്ത്യ. ഇതാണ് 2 ഇതിൽ 3 ഇവിടെ കൂടെ കൂട്ടിയിടാൻ പറ്റുമല്ലേ? പറ്റുമോ? 2 കൂടെ കൂടിയാ? ഇതന്നെ ഇന്നും ഔട്ടോ? സാധനം കണ്ടു, സന്തോഷമായി. ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടി മാത്രം ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നോ കേട്ടോ. എന്തായാലും നാളെ നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങും ഗൈസ്. അപ്പം നാളെ ACP വർക്ക്, ഇത് ഫിറ്റിങ്, ഇവർ നാളെ അങ്ങോട്ട് വരും. അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നാളെ നടക്കും. നാളെ രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിരിക്കാം. അതെ, നാളെ ഇപ്പം നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ഗുഡ് ബൈ.